തവിയിൽ ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് കടുകിട്ട് അരച്ചിട്ടുള്ള നല്ല നാടൻ ബീഫ് വരട്ടിയതാണ്. ഇതൊരു സ്പെഷ്യൽ റെസിപ്പിയാണ്. നമ്മൾ സാധാരണ ഇത് ഉണ്ടാക്കി കഴിക്കുന്നത് വർഷക്കാലത്താണ്. നമുക്ക് വർഷക്കാലത്ത് ഉണ്ടാകുന്ന ശരീരവേദനയ്ക്കും പിന്നെ നമ്മൾ ശരീരത്തിലുണ്ടാകുന്ന നീര് കുറയുന്നതിന് വേണ്ടിയിട്ടും നമ്മൾ ഉണ്ടാക്കി കഴിക്കുന്ന ഒരു റെസിപ്പിയാണ്. പണ്ട് മുതിർന്നവരൊക്കെ ഇത് വർഷക്കാലത്ത് ഉണ്ടാക്കി കഴിച്ചിരുന്നു. പിന്നെ നമ്മൾ ശരീരത്തിലുണ്ടാകുന്ന വലിയ കുരുകളോ മുറിവുകളോ ഉണങ്ങാത്ത നീരൊക്കെ ഉണ്ടായിട്ട് ഉണങ്ങാത്തതുണ്ടെങ്കിൽ നമ്മൾ ഇതുപോലെ ഉണ്ടാക്കി കഴിക്കും. അപ്പോൾ നമുക്ക് ആ നീരൊക്കെ കുറഞ്ഞ് ആ മുറിവിന് കുറവ് കിട്ടാനും വേണ്ടിയിട്ട് ഇങ്ങനെ നമ്മൾ തയ്യാറാക്കി കഴിച്ചിരുന്നു. അപ്പോൾ ഇനി നമുക്ക് ഇതെങ്ങനെ തയ്യാറാക്കുന്നത് നോക്കാം. അപ്പോൾ കഴുകി വൃത്തിയാക്കിയിട്ടുള്ള ബീഫ് ഒരു ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കുക. ഞാനിവിടെ എടുത്തിട്ടുള്ളത് 1 കിലോ ബീഫാണ്. അതിലേക്കുള്ള പാകമായിട്ടുള്ള അളവാണ് ഇപ്പോൾ പറയുന്നത്. ഇനി ഇതിലേക്ക് ചെറിയ ഉള്ളി നെടുകെ കീറി ചെറിയ കഷ്ണങ്ങളാക്കിയത് ഇട്ട് കൊടുക്കുക. ഒരു 20 ചെറിയ ഉള്ളിയോളം ഞാനിവിടെ എടുത്തിട്ടുണ്ടാവും. 7 അല്ലി വെളുത്തുള്ളി, ഒരു വലിയ കഷ്ണം ഇഞ്ചി, 3 പച്ചമുളക് നെടുകെ കീറിയത്, 2 ടീസ്പൂൺ ഉലുവ, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1.5 ടീസ്പൂൺ കുരുമുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ്, കുറച്ച് കറിവേപ്പില. ഇനി ഇതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇവയെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇവയെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇത് നമ്മൾ കുക്കറിൽ തയ്യാറാക്കുകയാണെങ്കിൽ ഇതുപോലെ എല്ലാ ചേരുവകളും കൂടി നന്നായി മിക്സ് ചെയ്തതിന് ശേഷം കുറച്ചുകൂടി വെള്ളം ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ കൂടി ചേർത്ത് കൊടുക്കാം. ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് ഇനി ഇത് നമുക്ക് മൂടി വെച്ച് വേവിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ തീ കത്തി റെഡി ആയിട്ടുണ്ട്. ഇനി അടുപ്പിലേക്ക് ചട്ടി വെച്ച് കൊടുക്കുക. നമുക്ക് കടുക് അരച്ചെടുക്കാം. 1 കിലോ ഇറച്ചിയിലേക്ക് 100 ഗ്രാം കടുകാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. ഒരു മിക്സിയുടെ ജാറിലേക്ക് കടുകിട്ടതിന് ശേഷം അതിലേക്ക് അരയാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക. നന്നായിട്ട് അരഞ്ഞു കിട്ടണം. ഇനിയിപ്പോൾ ആദ്യമായിട്ട് തയ്യാറാക്കുന്നവർക്ക് കടുക് അരച്ചാൽ കയ്പുണ്ടാവുക ടേസ്റ്റ് ഉണ്ടാവും എന്നുള്ളൊരു കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ കടുക് കുറച്ച് ഉപയോഗിച്ചാൽ മതി. ഈ ഒരു മരുന്നിൻ്റെ ആ രീതിയിൽ ആ ഫലത്തിൽ കിട്ടണമെങ്കിൽ 1 കിലോ ഇറച്ചിയിലേക്ക് 100 ഗ്രാം കടുക് ഉപയോഗിക്കണം എന്നാണ്. അപ്പം നമ്മുടെ ബീഫ് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കടുക് അരച്ചത് ഇട്ട് കൊടുക്കുക. കടുക് അരച്ചത് ഇട്ട് കൊടുത്തതിന് ശേഷം അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് മൂടി വെച്ച് ബീഫ് നന്നായിട്ട് വേവിച്ചെടുക്കാം. കടുക് അരച്ചത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തുകൊണ്ട് മൂടി വെച്ച് വേവിച്ചെടുക്കുക. നന്നായിട്ട് നമ്മൾ മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കത് മൂടി വെച്ച് വേവിച്ചെടുക്കാം. അപ്പോൾ ഇതിൽ അത്യാവശ്യം തന്നെ ഇപ്പം തന്നെ വെള്ളമുണ്ട്. അപ്പോൾ നമ്മുടെ ബീഫ് നല്ല വെന്ത് പാകമായിട്ട് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ബീഫ് വറവിട്ടെടുക്കാം. അതിനായിട്ട് ഒരു 3 ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ ചീനച്ചട്ടിയിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഇനി അതിലേക്ക് 6 ചെറിയുള്ളി ചെറുതായി അരിഞ്ഞത് ഇട്ട് കൊടുക്കുക. നന്നായിട്ട് ഇളക്കി കൊടുത്ത് ചെറിയുള്ളി
ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ കുരുമുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കണം. നമ്മൾ നേരത്തെ ചേർത്തിട്ടുള്ളതിൻ്റെ എരിവിൻ്റെ വേണം നമ്മളിതിൽ ചേർത്ത് കൊടുക്കാൻ. അപ്പോൾ കുറച്ചുകൂടി എരിവ് ഇടാമെന്ന് എനിക്ക് തോന്നിയതുകൊണ്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങളുടെ ഇഷ്ടത്തിൻ്റെ എരിവിൻ്റെ ഓരോരുത്തരുടെ ടേസ്റ്റിനനുസരിച്ച് നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മളിതിലേക്ക് റെഡിയാക്കി വെച്ചിട്ടുള്ള ബീഫ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കുക. സാധാരണ ബീഫ് വരട്ടിയത് ഒരു ഡ്രൈ ആയിട്ടുള്ള ഇതിനാവും. ഇത് കുറച്ച് ഗ്രേവി ഉള്ള ഒരു രീതിയിലാണ് ഉണ്ടാവുക. നമ്മൾ ആ കടക അരച്ചത് ഇതിലുള്ളതുകൊണ്ട്. അപ്പോൾ നമുക്കിതൊരു സർവിങ് ബൗളിലേക്ക് മാറ്റാം. ഒരു വ്യത്യസ്തമായിട്ടുള്ള ടേസ്റ്റുള്ള ഒരു നല്ല റെസിപ്പിയാണിത്. എല്ലാവരും വീട്ടിൽ തയ്യാറാക്കി നോക്കുക. പ്രത്യേകം പറയാനുള്ളത്, ഇത് കുട്ടികൾക്ക് ഒരിക്കലും കൊടുക്കരുത്. കുട്ടികൾക്ക് കൊടുക്കാനുള്ളതല്ല, ഇത് മുതിർന്നവർക്ക് ഒരു മരുന്ന് പോലെ കഴിക്കുന്ന റെസിപ്പിയാണ്. അപ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം, കുട്ടികൾക്ക് ഒരിക്കലും ഇത് കൊടുക്കരുത്. നമ്മൾ സാധാരണ മരുന്നുകൾ കർക്കിടക മാസത്തിലൊക്കെ ഉണ്ടാക്കി കഴിക്കാറുള്ള മരുന്നുകളൊന്നും നമ്മൾ കുട്ടികൾക്ക് കൊടുക്കാറില്ല. നമ്മൾ മുതിർന്നവർ കഴിക്കുകയാണ്. ഇതെല്ലാവരും വീട്ടിൽ തയ്യാറാക്കി നോക്കി നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യുക. തുടർന്നുള്ള റെസിപ്പികൾ ലഭിക്കുന്നതിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.